സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ സർവീസ് സഹകരണ ബാങ്കിൽ എത്തി ഒപ്പിടണമെന്ന ഗുണഭോക്താവിന്റെ ആരോപണത്തെ തുടർന്ന് പ്രതിഷേധവുമായി UDF രംഗത്ത്. മികച്ച കരിയറിനായി കരിയർ ബെഞ്ച് ഇടപാട്. ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ഗുണഭോക്താക്കൾ സർവീസ് സഹകരണ ബാങ്കിൽ എത്തി ഒപ്പിടണമെന്നും എല്ലാ പെൻഷനും ഇനി മുതൽ അക്കൌണ്ട് വഴി മാത്രമേ ലഭിക്കൂ എന്ന പെൻഷൻ വിതരണക്കാരന്റെ ആവശ്യത്തെ തുടർന്ന് UDF കൌൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. UDF സർക്കാരിന്റെ പെൻഷൻ വിതരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പെൻഷൻ വിതരണക്കാർ നടപ്പാക്കുന്നതെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണെന്നും UDF നേതാക്കൾ ആരോപിച്ചു. ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പെൻഷൻ എത്തിക്കാനുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. പക്ഷേ അതിൽ പ്രതിഷേധം രാഷ്ട്രീയമായി പലർക്കും ഉണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സർവീസ് സഹകരണ ബാങ്കിൽ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ 53 വാർഡുകളിലായി 10,000-ഓളം ആളുകൾക്ക് ഈ ക്ഷേമ പെൻഷനുകൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആ കൊണ്ടുപോയി കൊടുക്കുന്നവർ തന്നെ ഈ സർക്കാരിനെതിരായ സർക്കാർ വിരുദ്ധ നയം പ്രചരിപ്പിക്കുകയും സർക്കാർ ഇത് നേരിട്ട് നിങ്ങൾക്ക് തരില്ല, അക്കൗണ്ടിലേക്ക് വരും, അത് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ഗവൺമെൻറ്റിനെതിരെയുള്ള നയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായി ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഇന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ പല പ്രദേശങ്ങളിൽ നിന്നും വാർഡുകളിൽ നിന്ന് ലഭിച്ചത് 20-ാം തീയതി സർവീസ് സഹകരണ ബാങ്കിൽ ഒരു യോഗമുണ്ട് എന്നും ഒപ്പുശേഖരണമുണ്ട് എന്നും ഈ പണം കൊണ്ടുപോയി കൊടുക്കുന്ന പെൻഷൻ കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകൾ ഈ പെൻഷൻ വാങ്ങുന്ന ആളുകളോട് പറയുകയാണ്, യോഗത്തിന് വിളിക്കുകയാണ്. അങ്ങനെ ഒരു യോഗം വിളിക്കാനുള്ള യാതൊരു അധികാരവും സർക്കാരിനെതിരായി ഉപശേഖരണം നടത്തുവാനോ സർക്കാരിനെതിരായി ഇത് സഹകരണ ബാങ്കുകൾക്ക് സർക്കാരിനെ കുറ്റപ്പെടുത്തുവാനോ ഒരു അവകാശവും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ശക്തമായി ഞങ്ങൾ AR ഓഫീസുമായും JR ഓഫീസുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബാങ്കിനെതിരായി ശക്തമായി നീങ്ങുമെന്ന് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ബാങ്കിൽ ഒപ്പിടാനായി ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും സംസ്ഥാന വ്യാപകമായി KSKTUവിന്റെ നേതൃത്വത്തിൽ നാളെ പെൻഷൻകാരുടെ മാർച്ച് നടത്തുന്നതായും ബാങ്ക് പ്രസിഡന്റ് A. അബ്ദുറഹിമാൻ പറഞ്ഞു. കഴിഞ്ഞ മാസം 9,990 പെൻഷനിൽ മരണപ്പെട്ടവർ 333 ഒഴിച്ച് ബാക്കി 9,617 പേർക്ക് പെൻഷൻ കൊടുത്ത ബാങ്കാണ്. ഇപ്പോൾ ഉയർന്നു കേട്ടൊരു ആരോപണം, നാളെ ബാങ്കിലേക്ക് എല്ലാ പെൻഷൻകാരും വരണമെന്നും ഇവിടെ നിന്ന് എല്ലാവരുടെയും ഒപ്പ് വാങ്ങിച്ചതിന് ശേഷം മാത്രം ഒരു മാർച്ച് തീരുമാനിച്ചതിലേക്ക് പോകും എന്നുള്ള നിലക്കുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരാരോപണമാണിത്. നാളെ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം സംസ്ഥാന വ്യാപകമായി കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ മറ്റ് വർഗ ബഹുജന സംഘടനകളുടെ സഹകരണത്തോടുകൂടി സഹകരണ ബാങ്കുകളിലൂടെ പെൻഷൻ വാങ്ങിക്കുന്നവരുടെ ഒരു മാർച്ച് സംസ്ഥാന വ്യാപകമായി എല്ലാ വില്ലേജ് ഓഫീസുകളിലേക്കും നടക്കുകയാണ്. പൊന്നാനിയിൽ പെരുമ്പടപ്പ് വില്ലേജ് ഓഫീസ്, വെളിയങ്കോട് വില്ലേജ് ഓഫീസ്, മാറഞ്ചേരി വില്ലേജ് ഓഫീസ്, നന്നമുക്ക്, ആലങ്കോട് വില്ലേജ് ഓഫീസുകൾ, താലൂക്കിനകത്തുള്ള മുഴുവൻ വില്ലേജ് ഓഫീസുകളിലും നാളെ രാവിലെ 10 മണിക്ക് മാർച്ച് നടക്കും. പൊന്നാനിയിൽ വില്ലേജ് ഓഫീസ് കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സിവിൽ സ്റ്റേഷൻ്റെ മറ്റൊരു സൈഡ് കോടതി ആയതുകൊണ്ട് അവിടെ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് പൊന്നാനിയിലെ KSKTUവിൻ്റെ നേതൃത്വം തീരുമാനിച്ചത് പൊന്നാനി ചന്തപ്പടിയിലുള്ള സബ് ട്രഷറിയിലേക്ക് മാർച്ച് നടത്താനാണ്. ആ മാർച്ച് ബാങ്ക് സംഘടിപ്പിക്കുന്നതല്ല, ബാങ്കോ ബാങ്കിൻ്റെ ഭരണസമിതിയോ അല്ല സംഘടിപ്പിക്കുന്നത്. കർഷക തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ മറ്റ് വർഗ ബഹുജന സംഘടനകളുടെ സഹകരണത്തോടു കൂടി പെൻഷൻ വാങ്ങിക്കുന്നവരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള മാർച്ചാണ്. ഇനി ഈ ഓണത്തിന് ഇന്ന് തീയതി 19-ാം തീയതി ഇപ്പോൾ വൈകുന്നേരം സമയം 4 മണിയായി. ഇതുവരെ AR ഓഫീസിൽ നിന്ന് അറിയിപ്പ് കിട്ടിയില്ല, സ്ലിപ്പ് വന്നില്ല. ഈ സ്ലിപ്പ് വന്നു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ട്രഷറി പോയിട്ട് പണം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ 20-ാം തീയതി വന്ന് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ 21-ാം തീയതി പോയിട്ട് സ്ലിപ്പ് എടുത്ത് പണം വൈകുന്നേരം കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 51 വിതരണക്കാരുണ്ട്. 10,000-ഓളം വരുന്ന പെൻഷൻകാർക്ക് 1,80,00,000 ഉറുപ്പ്യ വിതരണം ചെയ്യണം. ഈ വിതരണം പൈസ ഇവർക്കെല്ലാം വിതരണം ചെയ്യാനുള്ള സമയം 2 ദിവസം കഴിയും. അത് കഴിയുമ്പോഴേക്കും 24-ാം തീയതി ഒറ്റ ദിവസം വർക്കിംഗ് ഡേ, 25, 26, 27, 28. ഈ കഴിഞ്ഞ കാലത്തെ LDF സർക്കാർ പെൻഷൻ സമയത്ത് മാസങ്ങൾക്ക് മുമ്പോ ആഴ്ചകൾക്ക് മുമ്പോ പെൻഷൻ മുൻകൂട്ടി എത്തിച്ചെങ്കിൽ ഇന്ന് ഓണം അത്തം തുടങ്ങി, ഇന്ന് തീയതി 19, 20-ാം തീയതി ഇനി വരുന്നുള്ള പ്രതീക്ഷ.
അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിനും ഇനി നാളെ UDF ഇതേപോലെ ഒരു പ്രചരണമായിട്ട് നാളെയും വരും. അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ സമയത്ത് ചെയ്യാത്ത ചില നിലപാടുകളെ ബോധപൂർവം ബാങ്കിനെ മാത്രം കുറ്റപ്പെടുത്തുക. പ്രത്യേകിച്ച് ഇത് പൊന്നാനി മാത്രമുള്ള സംഭവമല്ല, കേരളത്തിൽ മുഴുവൻ സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒരു സമരം നടത്തുന്നു. ഇവിടുത്തെ UDF നേതൃത്വത്തിന് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണോ അല്ല ഒരു സമരപ്രഹസനം നടത്താനുള്ള ഒരു വെങ്ങൽ കൊണ്ട് അവർ വന്നതാണോ എന്നുള്ളത് ഞങ്ങൾ സംശയിച്ചു പോവുക. മികച്ച കരിയറിന് എന്തുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഹോസ്പിറ്റലുകളിലെ HR, PRO, ക്വാളിറ്റി കൺട്രോളർ, ഇൻഷുറൻസ് പർച്ചേസ്, NABH തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ അഡ്മിനിസ്ട്രേറ്ററായി ജോലി നേടാൻ എടപ്പാളിലെ കരിയർ ബെഞ്ച് അക്കാദമി നിങ്ങളെ സഹായിക്കുന്നു. വിദഗ്ധരായ അധ്യാപകരുടെ കീഴിലുള്ള പരിശീലനം, മികച്ച ഹോസ്പിറ്റലുകളിൽ ഇന്റേൺഷിപ്പ്, കരിയറിന് കരുത്തേകുന്ന AI സപ്പോർട്ടും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും, കഴിഞ്ഞ ബാച്ചിൽ 100% ജോലി നൽകിയ തിളക്കമാർന്ന വിജയവുമായി കരിയർ ബെഞ്ച് എടപ്പാൾ. ഇന്ന് തന്നെ അഡ്മിഷൻ നേടൂ.